ഗർഭാശയമുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായി 2012 സെപ്റ്റംബറിലാണ് സുധ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. ശസ്ത്രക്രിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സുധയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോധം തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനുണ്ടായ പിഴവാണ് സുധയെ അബോധാവസ്ഥയിലേക്ക് നയിച്ചതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കളോട് വ്യക്തമാക്കി. അണുബാധ ഏൽക്കുമെന്നതിനാൽ സുധയെ വീട്ടിലേക്ക് മാറ്റരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സുധയെ പ്രവേശിപ്പിക്കുകയായിരുന്നു. 1.5 വർഷക്കാലത്തോളം അബോധാവസ്ഥയിൽ തുടർന്ന സുധ ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. അനസ്തേഷ്യയുടെ കൂടുതൽ കാരണം ആണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇനി ഓടാനൊന്നുമില്ല. ഞങ്ങളുടെ അനിയത്തിയുടെ മാരേജ് വരെ മുടങ്ങിപ്പോയി. ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വെച്ചിരുന്ന പൈസ കൂടി എടുത്താണ് ഈ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് അത് ഓപ്പറേഷൻ മൂലമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ നിയമപരമായുള്ള കേസിന് പോകാൻ തന്നെയാണ്. കാരണം ഇത് തെറ്റ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഈ രോഗിക്ക് വേറൊരു അസുഖമില്ലായിരുന്നു. അവരുടെ റെഫറൻസ് പ്രകാരമാണ് ഓപ്പറേഷൻ നടന്നത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. മീഡിയ 1 കൊല്ലം.